ഹായ് ഗൈസ്, എല്ലാവർക്കും കേരള ട്രാവൽ പാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വയനാടൻ കാഴ്ചകളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൂക്കോട് തടാകമാണ് കണ്ടതെങ്കിൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചരിത്രമുറങ്ങുന്ന വിസ്മയങ്ങൾ ഒളിപ്പിച്ച ഒരു ഗുഹ കാണാനാണ്. അതാണ് പ്രശസ്തമായ എടയ്ക്കൽ ഗുഹ. സുൽത്താൻ ബത്തേരിക്കടുത്ത് അമ്പലവയലിലാണ് ഈ ഗുഹ ഉള്ളത്. ഇവിടെ പ്രവേശന നിരക്ക് വരുന്നത് മുതിർന്നവർക്ക് 50 രൂപയാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ അകത്തേക്ക് കൊണ്ടുപോകാൻ ചെറിയൊരു സെക്യൂരിറ്റി ഫീസ് വാങ്ങാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ തിങ്കളാഴ്ചകളിലും എടയ്ക്കൽ ഗുഹയ്ക്ക് അവധിയാണെന്നുള്ളതാണ്. ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് നടക്കുമ്പോൾ ശരിക്കും ഒരു ട്രെക്കിംഗ് അനുഭവം തന്നെയാണ് ലഭിക്കുക. ഏകദേശം 1 കിലോമീറ്ററോളം കുത്തനെയുള്ള പടവുകൾ കയറി വേണം ഗുഹയുടെ മുകളിലെത്താൻ. വഴിയിലുടനീളം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായ വ്യൂ പോയിന്റുകളുണ്ട്. വയസ്സായവർക്കും കുട്ടികൾക്കും കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സാവധാനം ശ്വാസമെടുത്ത് പടവുകൾ ഓരോന്നായി കയറി ഒടുവിൽ നമ്മൾ ആ ചരിത്ര വിസ്മയത്തിന് മുന്നിലെത്തും. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെറും ഒരു ടൂറിസ്റ്റ് സ്ഥലത്തിൻ്റെ പടവുകളിലല്ല, പകരം ഭൂമിയിലെ ഏറ്റവും വലിയൊരു നിഗൂഢതയിലേക്ക് നടന്നു കയറാനുള്ള ഒരു ടൈം മെഷീനിലാണ്. ഈ കാണുന്ന കരിങ്കൽ പടവുകൾ അവസാനിക്കുന്നത് ഇന്നത്തെ ലോകത്തല്ല, മറിച്ച് കൃത്യം 8000 വർഷം പുറകിലെ ശിലായുഗ മനുഷ്യരുടെ ലോകത്തേക്കാണ്. ഈ മല അമ്പുകുത്തി മല എന്നാണ് അറിയപ്പെടുന്നത്. അമ്പുകുത്തി മലയുടെ മുകളിലേക്കുള്ള ഈ 300ഓളം പടവുകൾ കയറുമ്പോൾ നിങ്ങളുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നത് വയനാടൻ കാപ്പിയുടെ സുഗന്ധമായിരിക്കും. എന്നാൽ പലർക്കും അറിയാത്ത ഒരു രഹസ്യമുണ്ട്. പണ്ട് മൈസൂരിൽ നിന്നും മലബാർ തീരങ്ങളിലേക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ കടത്തിയിരുന്ന പ്രാചീന കച്ചവടക്കാരുടെ പ്രധാന പാതയായിരുന്നു നമ്മൾ ഈ കയറുന്ന വഴി. മുകളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഒരു ഗുഹയല്ല, ഒരു മലയുടെ മുകളിൽ വലിയൊരു പാറക്കൂട്ടം വന്ന് ലോക്കായി കിടക്കുന്ന അത്ഭുത പ്രതിഭാസമാണ്. ഐതിഹ്യം എന്ന് പറയുന്നത് ശ്രീരാമന്റെ മക്കളായ ലവനും കുശനും തൊടുത്ത അമ്പുകൾ കൊണ്ട് പിളർന്നതാണ് ഈ മലയെന്നാണ്. എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് നവീന ശിലായുഗത്തിലെ മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരേ ഒരു ഗുഹാചിത്രങ്ങൾ ഇവിടെ മാത്രമാണുള്ളത്. ഇരുണ്ട പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്ന ഈ കാഴ്ച ശരിക്കും നമ്മളെ മറ്റൊരു ലോകത്തെത്തിക്കും. മലയുടെ ഏറ്റവും മുകളിലേക്ക് പോകാൻ കഴിയില്ലെങ്കിലും ഗുഹാ കവാടത്തിന് പരിസരത്തു നിന്നുള്ള ഈ കാഴ്ച തന്നെ നമ്മൾ കയറി വന്ന എല്ലാ ക്ഷീണവും മാറ്റാൻ പോകുന്നതാണ്. പ്രകൃതിയുടെ ഈ ശാന്തത അനുഭവിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ ആ അത്ഭുത ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ ആ അത്ഭുത കാഴ്ചയ്ക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞു. പ്രകൃതിയുടെ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമെന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഈ ഒരു ഒറ്റ കല്ലാണ് താഴെയുള്ള ഈ വലിയ ഗുഹയ്ക്ക് ഒരു മേൽക്കൂരയായി മാറി ഇതിനെ സംരക്ഷിക്കുന്നത്. വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ഭൂകമ്പങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും അതിജീവിച്ച് ഈ കല്ല് ഇവിടെ ഇങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നത് ശരിക്കും അവിശ്വസനീയമാണ്. മുകളിലേക്ക് നോക്കൂ, ഇരുവശത്തുമുള്ള കുറ്റൻ പാറകൾക്കിടയിൽ കൃത്യമായി വന്ന് ലോക്കായി കിടക്കുന്ന ആ വലിയ കല്ല് കണ്ടോ? ഇതിനെ വെറും ഒരു കല്ലിലെ വരകളായി കണ്ട് തള്ളിക്കളയാൻ വരട്ടെ, ഇത് യഥാർത്ഥത്തിൽ മനുഷ്യരാശിക്ക് മുൻപിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ഏറ്റവും വലിയൊരു പസിലാണ്. 10,000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർ എന്തുകൊണ്ടാണ് ചുവരുകളിൽ ഇങ്ങനെ പരസ്പരം കോറിയിട്ട പോലെ വരകൾ വരച്ചത്? ഇതിന് പിന്നിൽ നമ്മൾ ചിന്തിക്കാത്ത ഒരു വലിയ രഹസ്യമുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇടുങ്ങിയ പാറയിടുക്ക് ശ്രദ്ധിക്കൂ. സാധാരണ ഒരു ഗുഹ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക ഇരുണ്ട മണ്ണിനടിയിലുള്ള ഒരു തുരങ്കമാണ്. എന്നാൽ ഈ കാണുന്നതാണ് യഥാർത്ഥ ഇടയ്ക്കൽ, അതായത് ഇടയിൽ ഒരു കല്ല്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇതൊരു ഗുഹയേ അല്ല, ഇതൊരു ഫിഷർ അഥവാ പ്രകൃതിദത്തമായ ഒരു വലിയ പാറയിലെ വിള്ളലാണ്. 2 പാറകൾക്കിടയിൽ മറ്റൊരു കല്ല് കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് ഇതിന് ഇടയ്ക്കൽ എന്ന പേര് വന്നത്. നമ്മൾ ഗോവണി വഴി താഴേക്ക് ഇറങ്ങുകയാണ്. നോക്കൂ, താഴേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ ഈ മനോഹരമായ മലയണ്ണാനെ കണ്ടത്. കശി മരക്കൊമ്പത്തിരുന്ന് എന്തോ ഇരുന്ന് നുണഞ്ഞു തിന്നുകയാണ്. ഈ വലിയ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള വഴികളും ഈ ചെറിയ പാലവും ഒക്കെ കടന്ന് നമ്മളിപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോയും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.